ഹേയ് ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ ഓണം ഷോപ്പിംഗ് വ്ളോഗാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ മെർജ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഷോപ്പിങ്ങിന് പോയിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പം ഞങ്ങളൊരു 2-3 ദിവസമൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ എല്ലാ വീഡിയോസും കൂടി ഞാൻ മെർജ് ചെയ്ത് വെച്ചിരിക്കുന്നതാട്ടോ ഈ വ്ളോഗിൽ. പിന്നെ ഈ വ്ളോഗ് വരുന്നത് എന്തായാലും ഓണം കഴിഞ്ഞിട്ടായിരിക്കും, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതിന് ഞങ്ങൾ ഫസ്റ്റ് പോയത് നമ്മുടെ എയർ ഹാൻഡ്ലൂംസാണ്. എയർ ഹാൻഡ്ലൂംസ് അറിയാത്തവരാരും ഉണ്ടാവില്ല. നമ്മുടെ കുത്തമ്പള്ളിയിലാണ് ഈ എയർ ഹാൻഡ്ലൂംസ് ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പട്ടുപാവാടയൊക്കെ നോക്കാനും എനിക്കും അവൾക്കും പട്ടുപാവാട നോക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപോലത്തെ കോമ്പയൊക്കെ അടിക്കണം എന്ന് വെച്ച് സാരിയൊക്കെ നോക്കി പോയതാണ്. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഈ 2 പട്ടുപാവാടയിൽ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് എടുത്തു കേട്ടോ. പിന്നെ അവിടെ നല്ല സെറ്റ് മുണ്ടിനും സെറ്റ് സാരിക്കൊക്കെ കളക്ഷൻ ഉണ്ട്. നമ്മുടെ കുഞ്ഞിക്ക് ഞാനെടുത്ത പട്ടുപാവാട ഇതാട്ടോ. ഇപ്പോഴത്തെ മോഡൽ ഇതാണല്ലോ. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു കേട്ടോ. ഇതൊരു ധാവണിയാണ്. ഇതിന് ധാവണിയുണ്ട്. പട്ടുപാവാടയായിട്ട് ഇടാം, ധാവണിയായിട്ട് ഇടാം. അവൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഇതിൽ ചേർത്താൻ ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ നമ്മുടെ ഈ ചേട്ടനെ അറിയില്ലേ, രാജു എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ, ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അവിടെ കസ്റ്റമർ സർവീസൊക്കെ ഒരേ പൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓണായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും സ്റ്റാഫിനൊക്കെ നമുക്ക് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടിയും ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടപ്പോഴാണ് യൂട്യൂബ് ചാനലുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. കുഞ്ഞൂസ് വേൾഡ്, ആ കുഞ്ഞൂസ് ഇതാണ് കേട്ടോ. തീർച്ചയായും എൻ്റെ അടുത്ത് കിട്ടും. നോക്കി ഈ പ്രായത്തിൽ യൂട്യൂബ് പ്രായത്തിൽ ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയല്ലേ? കുഞ്ഞൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ എല്ലാവിധ ആശംസകളും എല്ലാവിധ ഓണാശംസകളും നേരുന്നു അല്ലേ? എല്ലാ സർവീസും കയറണം. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളെന്നെയായിട്ട് ചോദിച്ചത് ഞാൻ എന്തെങ്കിലും പറയണമെന്ന്. ഇത്ര വലിയ എൻ്റർപ്രണറായിട്ടും അതിൻ്റെ ജാടയൊന്നും നടക്കില്ല കേട്ടോ. ഒരു പാവൻ ചേട്ടനാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പട്ടുപാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം എം ഫാഷനിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ചിങ്ങൊക്കെ പെർഫെക്റ്റായിട്ട് തോന്നും. ഇതാട്ടോ നമ്മുടെ ടൈലറിങ് ചേട്ടൻ. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോളുടെയൊക്കെ സെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉത്രാടത്തിന് അവൾക്ക് ഇടാനുള്ള പട്ടുപാവാട നോക്കാൻ വേണ്ടി പോയതാട്ടോ. ഈ ഡ്രസ്സ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ വകയാണ് കേട്ടോ. ഇത് അവളുടെ അമ്മമ്മ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവൾക്ക് മേടിച്ചു. ഇത് കണ്ടില്ലേ, അവൾ എന്തോ ഒരു കുറുമ്പാണ് കാണിക്കണമെന്ന് അറിയാം. ഇവിടെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി ഒരിടത്ത് നിൽക്കുകയില്ല. പിന്നെ ഏട്ടന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതിവിടെ ഇടയാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അച്ഛന് ഷർട്ടും മുണ്ടും, അച്ഛനും ഖാദിയിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ ഞങ്ങൾ അതും എടുക്കാൻ വേണ്ടി പോയി. ഞാൻ നേരത്തെ അമ്മേൻ്റെ ക്ലിപ്പിങ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവരുടെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. ആ സെറ്റുമുണ്ടായിരുന്നു അമ്മയ്ക്ക് ഞാൻ AR-ൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിക്ക് പിന്നെ ഇവിടെ വന്നപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ തപ്പി നോക്കി നടക്കാം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് വേറൊരു ദിവസം ഞങ്ങൾ അവളുടെ ഫാദർ ചേച്ചിക്കും സീതാത്തയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അവരുടെ പട്ടുപാവാട അവർക്ക് നമ്മളെടുത്ത പട്ടുപാവാടയാട്ടോ ഇത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുഞ്ഞിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു അവളുടെ പട്ടുപാവാടയ്ക്ക് സ്യൂട്ടായിട്ടുള്ളത്. ദെൻ ഇത് നമ്മുടെ കുഞ്ചിക്കും കുഞ്ചനും മേടിച്ചതാട്ടോ. കഴിഞ്ഞത് എൻ്റെ പട്ടുപാവാട സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസാട്ടോ ഇത്. അപ്പോൾ എം ഫാഷനിലെ നമ്മുടെ ചേച്ചിയാണ്, ബിന്ദു ചേച്ചിയാണ് കേട്ടോ എനിക്ക് തയ്ച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.